എടി എനിക്ക് ഗൾഫിലേക്ക് തിരിച്ചു പോകാൻ ഒരാഴ്ച ബാക്കിയുള്ളൂ. അതിനുമ്പ് ഈ പറമ്പിലെ പണിയെല്ലാം തീർക്കണം. അവിടുത്തെ പണിക്ക് വന്നിട്ടുണ്ട്. ശരി, വിളിക്കാം. ഓക്കെ. എടാ, നീ നേരത്തെ വന്നാ? എടാന്നാ നിന്നേക്കാളും 10 വയസ്സ് മൂപ്പുണ്ടാണ് കേട്ടാ. എന്ത് വയസ്സിന് മൂത്തതായിട്ട് എന്താ കാര്യം? നീ എൻ്റെ വീട്ടിൽ പണിക്ക് വന്നവനല്ലേ? എൻ്റെ പറമ്പിൽ പണിയെടുക്കുന്നവരെ എടാ നീ എന്നൊക്കെയാണ് ഞാൻ വിളിക്കുക. അത് പണ്ടേ അങ്ങനെ തന്നെ കേട്ടാ. ആടാ, നീ അങ്ങ് ഗൾഫിലെല്ലാം പോയിട്ട് കുറച്ച് പുത്തൻ പണം ഉണ്ടാക്കിയിട്ട് വരുമ്പോഴത്തേക്ക് നാട്ടിൽ നീ കൂലിപ്പണി എടുക്കുന്നതിനോണ്ടൊരു രസം, ഒരു ശരിയുണ്ട് കേട്ടാ. എടാ, എൻ്റെ അച്ഛൻ്റെ അച്ഛൻ ജന്മിയായിരുന്നു. ആ ജന്മീൻ്റെ സ്വഭാവം എനിക്ക് കിട്ടിയെന്നാണ് നാട്ടുകാരൊക്കെ പറയുന്നത്. അതാണ് ഞാൻ നിന്നെ എടാ എന്നൊക്കെ വിളിക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ. അത് ഈ കാരണവന്മാരായിട്ടുണ്ടാക്കിയ സ്വഭാവങ്ങൾ ഞാനായിട്ട് മാറ്റണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എടാന്ന് വിളിക്കുന്നത് കേട്ടാ. എന്താ ഇങ്ങനെ ചോക്കുന്നത്? മുറുക്കനായിട്ടാ? അതിലൊന്നും വലിയ കാര്യമില്ലെന്ന്. എൻ്റെ അച്ഛൻ്റെ അച്ഛൻ ജന്മിയായിരുന്നില്ല. ആ ജന്മി ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ആക്കി തുപ്പിക്കൊണ്ടാ സംസാരിക്കുക. ആ ഒരു ശീലം എനിക്ക് കിട്ടിയതാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അത്. ശരി നീ എൻ്റെ പണിയെടുക്ക്. എടാ, നല്ല ചിക്കൻ്റെ മണം വരുന്നുണ്ടല്ലോ. അത് പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനും ഉച്ചക്കത്തെ ഊണിനും ഒക്കെ കൂടി ഉള്ള ഒരു ചിക്കൻ കറി വെച്ചിട്ടാണ് എൻ്റെ ഭാര്യ ജോലിക്ക് പോയത്. നല്ല വറുത്തരച്ച ചിക്കൻ കറീൻ്റെ മണാണ്. ഹലോ എടോ, ഫോണിൽ സംസാരിച്ച സമയങ്ങളുണ്ട്, പണിയെടുക്കടോ. എന്താടി നീ വിളിച്ചത്? ഞാൻ നമ്മള് ദുബായിക്കാരൻ വിനോദന്റെ മോന്റെ വീട്ടില് പറമ്പ് കിടക്കാൻ തിരക്കിലാവുള്ളത്. ചേട്ടൻ ഭക്ഷണം കഴിച്ചോ? കഴിക്കാൻ പോന്ന്. നല്ല വറുത്തരച്ച് ചിക്കന്റെ മണം വരുന്നുണ്ടാണ്. ചിക്കൻ കറിയാ? ചേട്ടന് കോളടിച്ചല്ല. ഉച്ച കൂടിന് ചിക്കൻ കറിയാന്നാ തോന്നുന്നു. എന്നാ ശരി, നീ വെച്ചോ. പണിയെടുക്കുന്ന സ്ഥലത്തുനിന്ന് ചിക്കൻ കറി കിട്ടിയിട്ട് കുറെ കാലായി. എന്നാടാ കഴിക്ക്. ഇതെന്തെന്നാ ഇത്? എന്താ ഇത്? ചിക്കൻ കറിയും ദോശയും. അയ്യോ, വേറും വെള്ളരിക്ക് പുളിങ്കറിയും ചോറുവാ. എടാ, ഞാൻ തിന്നുന്നത് ചിക്കൻ കറിയും ദോശയാണെന്ന് പറഞ്ഞതാ. ഓൻ്റെ ഒരു പുളിങ്കറിയും ചോറും. അപ്പോൾ ദുബായിൽ നിന്ന് കഴിച്ച ചിക്കൻ കറീനേക്കാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല വെറുത്തരച്ച് വെച്ചതുകൊണ്ടായിരിക്കും. അയ്യോ, എനക്ക് പുളിങ്കറിയും ചോറും. എല്ലാം ദൈവം കാണുന്നുണ്ട്. ഛർദിക്കുന്നുണ്ടാ? ഈ ചിക്കന് പഴയതാണെന്നാ തോന്നുന്നത്. ഈ ചിക്കൻ സ്റ്റാളുകാർ പറ്റിച്ചതാ. ഇപ്പോഴാ എനക്ക് ആശ്വാസമായത്. ഞാൻ ഛർദിക്കുന്നതാണോ എനിക്ക് ആശ്വാസം? എന്ത് പണിക്കാരനാണടാ? നീ എനക്കാ പുളിങ്കറിയും ചോറും അല്ലേ തന്നെ? അതന്നെ ആശ്വാസം എന്ന് പറഞ്ഞ. പുറത്തുനിന്ന് തടി തടാ ഛർദിക്കുമ്പം നീ എന്ത് പണിക്കാരനാണ്? എടാ, നീ ജമ്മീന്റെ തലമുറയിൽപ്പെട്ട ആളല്ലേ? നമ്മളെല്ലാം പാവപ്പെട്ട പണിക്കാരല്ലേ? ജമീന്റെ പുറത്ത് തടയുന്ന ശരിയാ? ഞാൻ ഛർദിച്ച് ചാവൂടാ, പുറത്ത് തടി